പക്ഷേ ഇപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാണ്. യാത്രയുടെ കൃത്യമായ ഔദ്യോഗിക ആവശ്യകത എന്തായിരുന്നു? ഭാര്യാപിതാവിനെ കാണാൻ പോയെന്നത് ആരോപണം മാത്രമല്ല. ആരാണ് നിക്ഷേപകർ? വെളിപ്പെടുത്തിയാൽ നിക്ഷേപം മുടങ്ങുന്നത് എങ്ങനെയാണ്? മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി കാണുന്ന നിക്ഷേപകരുണ്ടോ? ഇവയ്ക്കൊന്നും വ്യക്തമായ മറുപടി ഇല്ലെങ്കിൽ വിമർശനം സ്വാഭാവികമാണ്. കാരണം ജനങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ യാത്ര ചെയ്തോ എന്നല്ല, ആ യാത്രയ്ക്ക് അടിയന്തര സാഹചര്യം ഉണ്ടായിരുന്നോ എന്നാണ്. വിശദീകരിക്കുമ്പോൾ സത്യമല്ലെന്ന് തോന്നലുണ്ടാകുന്നുണ്ട്. ഭക്ഷണം കഴിച്ചതല്ല പ്രശ്നം. ഇവിടെയാണ് സതീശന്റെ പ്രതിരോധം കൂടുതൽ രാഷ്ട്രീയമായി ശ്രദ്ധേയമാകുന്നത്. മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പോലും അനുവാദമില്ലേ? ഇത് കേൾക്കുമ്പോൾ ചോദ്യം തെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാം, മന്ത്രിമാർക്കും കഴിക്കാം, ജനപ്രതിനിധികൾക്കും ഭക്ഷണം കഴിക്കാം. പക്ഷേ ദുരന്തകാലത്തെ വിരുന്ന് എന്ന രാഷ്ട്രീയ പ്രതീകത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ദുരന്തം നടക്കുമ്പോൾ സർക്കാർ സംവിധാനത്തിന്റെ മുഴുവൻ ശ്രദ്ധയും രക്ഷാപ്രവർത്തനത്തിലായിരിക്കണം. എന്തിനാണ് അതിനെ ന്യായീകരിക്കാൻ ഇത്രയും രാഷ്ട്രീയ പ്രതിരോധം മുഖ്യമന്ത്രി തീർക്കുന്നത്? മുൻ മുഖ്യമന്ത്രിയുടെ കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ? സതീശന്റെ മറ്റൊരു ചോദ്യമാണ്. മുൻ മുഖ്യമന്ത്രി പ്രളയത്തിനിടെ നിരാഹാരമിരിക്കുകയായിരുന്നു. ഇതാണ് രാഷ്ട്രീയമായി ഏറ്റവും ദുർബലമായ പ്രതിരോധമെന്ന് പറയേണ്ടി വരും. കാരണം മുൻ സർക്കാർ എന്ത് ചെയ്തു എന്നത് ഇന്നത്തെ തീരുമാനത്തിന് സ്വയം ന്യായീകരണമാകുന്നില്ല. അതിനാൽ ഈ വിവാദത്തെ വെറും സതീശനെതിരെ രാഷ്ട്രീയമായി ഉയർത്തിയ ആരോപണം എന്ന് തള്ളിക്കളയുന്നത് ശരിയല്ല. അതേസമയം ഹെലികോപ്റ്റർ യാത്ര ചെയ്തു എന്നതുകൊണ്ട് അത് അഴിമതിയോ അധികാര ദുർവിനിയോഗമോ തെളിഞ്ഞുവെന്ന് പറയാൻ കഴിയില്ല. അതിനാൽ വിലയിരുത്തലുകൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാകണം. രാഷ്ട്രീയ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, മറ്റുള്ളവർ അങ്ങനെ ചെയ്തില്ലേ എന്ന മറുപടി മതിയാകില്ല. ഞാൻ ചെയ്തത് എന്തുകൊണ്ട് ശരിയായിരുന്നു എന്നതാണ് പറയേണ്ടത്. രാഷ്ട്രീയത്തിൽ പ്രതിരോധത്തിന്റെ ഏറ്റവും ദുർബലമായ രൂപമാണ് മറ്റൊരാളുടെ പഴയ തെറ്റ് ചൂണ്ടിക്കാട്ടി സ്വന്തം തീരുമാനത്തെ ന്യായീകരിക്കുന്നത്. അതുകൊണ്ട് ഈ വിവാദത്തിൽ വി.ഡി. സതീശന് പറയാനുള്ളത് ഇനിയും ബാക്കിയുണ്ട്. ഹെലികോപ്റ്റർ യാത്രയ്ക്ക് കൃത്യമായ വിശദീകരണം വേണം, വിരുന്നിന് കൃത്യമായ വിശദീകരണം വേണം. ആ 2 ദിവസം ഇത്രയേറെ സ്വകാര്യ പരിപാടികളിൽ പങ്കെടുത്തത് എന്തിനെന്ന് പറയണം. ദുരന്തകാലത്തെ മുൻഗണനകൾ എന്തായിരുന്നുവെന്ന് വ്യക്തമാക്കണം. കാരണം ദുരന്തത്തിന്റെ സമയത്ത് ജനങ്ങൾ സർക്കാരിനെ നോക്കുന്നത് പ്രസംഗത്തിലൂടെയല്ല, പെരുമാറ്റത്തിലൂടെയാണ്. ഇതാണ് സതീശൻ മറുപടി പറയേണ്ട യഥാർത്ഥ ചോദ്യം. ഇപ്പോൾ അതിന് പിന്നാലെ CP ജോണിന്റെ വിവാദ പരാമർശവും. സർക്കാരിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ദുരന്ത നായകന്മാരായി മാറുകയാണോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.